CMRL കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോടതിയിൽ സമർപ്പിച്ച കംപ്ലയിന്റ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നു. കേസ് പരിഗണിക്കുന്ന എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 കംപ്ലയിന്റ് പ്രാഥമിക വാദത്തിനായി ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യും. കംപ്ലയിന്റിൽ വീണയെ 11ാം പ്രതിയായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ ആകെ 13 പ്രതികളാണുള്ളത്. CMRL MD ശശിധരൻ കർത്തിയാണ് 1ാം പ്രതി. കേസിൽ 72 സാക്ഷികളാണ് ഉള്ളത്. 114 രേഖകളാണ് തെളിവായി SFIO കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കംപ്ലയിന്റ് പ്രാഥമികമായി പരിഗണിക്കുന്ന കോടതി SFIO ഉന്നയിച്ചിട്ടുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമോ എന്ന് പരിശോധിക്കും. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് കണ്ടാൽ മാത്രമേ തുടർ നടപടിയുമായി കോടതി മുന്നോട്ട് പോകൂ. അതിനിടെ SFIO റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ വീണയ്ക്കെതിരെ അന്വേഷണം നടത്താൻ ED ആലോചന തുടങ്ങി. SFIO റിപ്പോർട്ട് കോടതിയിൽ നിന്ന് ലഭിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. വീണ വിജയന് EDക്ക് മുൻപിൽ ഹാജരാകേണ്ടി വരുമെന്ന് SFIO കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞു. പ്രത്യേകിച്ച് SFIO റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വരെ പ്രിഡിക്റ്റേറ്റ് ഒഫൻസ് ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ഇപ്പോൾ സെക്ഷൻ 447 അനുസരിച്ച് ഇനി അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ EDക്ക് നിയമപരമായ തടസ്സങ്ങളില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. ശശിധരൻ കർത്തിയെ ചോദ്യം ചെയ്തെങ്കിലും ED നടപടിക്കെതിരെ CMRL ഹൈക്കോടതിയെ സമീപിച്ചതോടെ അന്വേഷണം മരവിക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.